ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെല്ലിൻ്റെ ഏറ്റവും പുതിയ കുറച്ച് റീചാർജ് പാക്കുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടു കാണും, 6 പാക്കുകളാണ് എയർടെൽ, പഴയ 6 പാക്കുകളാണ് എടുത്തു കളഞ്ഞുകൊണ്ട് ഇതിന് പകരമായിട്ട് പുതിയ ഒരു പാക്കാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എടുത്തു കളഞ്ഞ പാക്കുകൾ 299, 319, 579, 619, 649, 799 ഇങ്ങനെ 6 പാക്കുകളാണ് എയർടെല്ലിൽ നിലവിൽ ഉപയോഗിച്ചിരുന്ന പാക്കുകൾ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. ഇതിന് പകരം അവർ കൊണ്ടുവന്നിട്ടുള്ളത് 349 രൂപയുടെ ഒരു പാക്കാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോയിസും ഡാറ്റയും വരുന്ന പാക്കുകളാണ് അവർ ഈ ഒരു 6 പാക്കുകൾ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. കോളിങ്ങിൻ്റെ 199 എടുത്ത് കളഞ്ഞിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. ആ ഒരു പാക്കിന്, അതായത് 199 രൂപ ചെയ്യുന്ന പാക്കിന് മാറ്റം വരുത്തിയിട്ടില്ല. പകരം ഈ ഒരു നെറ്റും കോളും വരുന്ന ഈ 6 പാക്കുകളാണ് എടുത്ത് കളഞ്ഞിട്ടുള്ളത്. 199 രൂപ നിലവിലെ പോലെ തന്നെ നമുക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് 2 GB ഡാറ്റയും വരുന്ന ആ പാക്ക് അവിടെ തന്നെ ഉണ്ട്. മറിച്ച് നമുക്ക് നെറ്റും കോളും വരുന്ന 299, ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്യുന്ന ഒരു പാക്കായിരുന്നു 299 എന്ന് പറയുന്നത്. സാധാരണ 4G ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു പാക്ക് മതിയായിരുന്നു. ഇനി 299ൻ്റെ പാക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പകരം നമുക്ക് 349 രൂപയുടെ പാക്കാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. 349 രൂപ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 28 ദിവസം തന്നെയാണ് കാലാവധി വരുന്നത്. ഡെയിലി 2 GB ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 100 SMS-ഉം ഈ ഒരു പാക്കിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 299 എടുത്ത് കളഞ്ഞതിൽ ഒരുപാട് പേർക്ക് പ്രതിഷേധമുണ്ട്. സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന റീചാർജ് പാക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എയർടെല്ലാണ് ഇപ്പോൾ ഈ ഒരു റീചാർജ് പാക്കിൻ്റെ ഈ ഒരു വർധനവിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്തായാലും തുടർ ദിവസങ്ങളിൽ മറ്റ് കമ്പനികളുടെ റീചാർജ് പാക്കുകൾ കൂടെ വർദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റീചാർജുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.